ആരാ മനസ്സിലായില്ലല്ലോ. ദാസേട്ടൻ പറഞ്ഞു ഗുരുക്കളൊരു സംസ്കൃത പണ്ഡിതനാണെന്ന്. ആ ദാസേട്ടൻ അതാര്? സരസ്വതി വിലാസം ചായക്കടയുടെ അല്ല, UP സ്കൂളിലെ മാഷ. ദാസേട്ടന്റെ ഏട്ടനാ. ഇരവിരാമപിള്ളയുടെ പഴയ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്ന. ഓ നമ്മളെ ദാസൻ മാസ്റ്റർ അനുജനാണോ? അപ്പൊ ഇങ്ങോട്ട് കയറട്ടെ, ഇങ്ങോട്ട് കയറട്ടെ. ഇവിടെ വരിക അല്ലെ, ഇവിടെ അങ്ങോട്ട് കയറുക, ഇവിടെ വരിക, ഇവിടെ വരിക. വേഗം പോയി ചിക്കിലായിട്ട് വരിക. ഒട്ടും താമസിക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വേഗം വരിക. എനിക്കിരിക്കുക. നല്ല അനുസരണോ. എന്താ സംസ്കൃതം പഠിക്കണമെന്ന് ഉദ്ദേശം? അല്ലല്ല, എനിക്ക് ഒരു ചെമ്പ് തകട് കിട്ടിയിട്ടുണ്ട്. ഓ, അതിൽ സംസ്കൃതത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ, പുതുശ്ശേരി തറവാടിന്റെ കാലനിർണയത്തിന് സഹായിക്കുന്ന വല്ല തെളിവുകളും കിട്ടുമെന്ന് അറിയാനാണ്. ഓ, ചില അക്ഷരങ്ങള് മാഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആശയങ്ങൾ വെക്കുന്നതല്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഇടത്തും വലത്തുള്ള അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് ഇടയിൽ മാഞ്ഞു പോയിട്ടുള്ള അക്ഷരം ഏതാ ഞാൻ ഗണിച്ചു നോക്കാം. അതിന് കുറച്ച് സമയമെടുക്കും. നാളെയോ മറ്റന്നാളോ ഇതുവഴി വരുമ്പോ ഞാൻ ശരിപ്പെടുത്തി തരാം. എന്ന് ഇറങ്ങിക്കോളൂ, ഇറങ്ങിക്കോളൂ. അയ്യോ എന്റെ അമ്മ! അയ്യോ! താനായിരുന്നോ? ഉയരെടുത്തു പോയല്ലോടോ. 5 മണി മുതലേ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ വഴിയിൽ കാത്തു നിൽക്കുക. എന്തിന്? മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലാനോ? ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. എന്നാ താനും കയറി ഇരിക്ക. എനിക്കിപ്പോ ഒരിടത്ത് ഇരിപ്പുറച്ചില്ല. പ്രദേശം കൊണ്ട് അറിയാട്ടെ. എന്തുവാടോ? പറയാം. പക്ഷേ എന്തു പക്ഷേ? എന്നെ പിള്ളേച്ചൻ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, പിള്ളേച്ചന് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സൂത്രം കൈവരാൻ പോവുകയാണ്. എന്തുവാടോ താനീ പറയുന്നേ? വിശദമായി പറയുന്നതിന് മുമ്പ് പിള്ളേച്ചൻ എനിക്ക് ഉറപ്പ് തരണം. എന്തുറപ്പ്? കിട്ടുന്നതിൽ പാതി. എന്താണെന്നറിയാതെ? എന്തായാലും ശരി. പോരാ, ആണയിടണം. എന്റെ ഒറ്റ മകളാണ് സത്യം. കിട്ടുന്നത് പാതി. ദാസൻ മാസ്റ്റർക്ക് പിള്ളേച്ചൻ വിറ്റ് കഴിഞ്ഞ പുതുശ്ശേരി തറവാട്ടിലെ നടുമുറ്റത്തുള്ള കുളത്തിൽ വിലമതിക്കാനാവാത്ത വിധം വിലയുള്ള ഒരു നിധി കുംഭം അടക്കം ചെയ്തിട്ടുണ്ട്. പരദൈവങ്ങളാണ് സത്യം. ജലാന്തർഭാഗെ വെള്ളത്തിനടിയിൽ മധ്യേ കമലതളം താമര അടയാളം. മുക്കോ ത്രയങ്കുലം കുഴിച്ചു ചെന്നാൽ സൂര്യപ്രഭോ നിധികുംഭ. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന നിധികുംഭം. നമസ്കാരം. അല്ല, ആരൊക്കെയാ ഇത്? മേലേക്ക് വന്നാട്ടെ. പാടോ. ഇതുവരെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റിയില്ല മാഷെ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അതെ അതെ, ഞങ്ങളുടെ കടമയല്ലേ. ഈശ്വര, എങ്ങനെ കിടന്നിരുന്ന വീടാ? അതെ, മുഴുവൻ മാറാല പിടിച്ചു. ശരിയാ. അടിച്ചു വാരാൻ ആരായിരിക്കുന്നേ? അതും ശരിയാ. ഇങ്ങോട്ടിരിക്കാം. വടി പിടിയിടോ. ഇരിക്കാം. ഇരി ചന്തുവേ. ആട്ടെ മാഷേ, ഇതുവരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രേതോപദ്രവമോ മറ്റോ? അല്ല, അറിയണമല്ലോ. പ്രേതം
ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ, അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അടുത്ത് വരികയില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അടുത്ത മാസം മുതൽ ഞാൻ രൂപ കുറേശ്ശെ തന്നു തുടങ്ങാം. അയ്യോ, ഞാൻ മാഷോട് കാശ് ചോദിക്കാൻ വന്നിരിക്കുകയാണെന്നാണോ കരുതിയത്? അതല്ല. അയ്യേ. എന്തായാലും തരാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. മാഷേ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഞാൻ മാഷോട് പറഞ്ഞിട്ടുള്ളതാ, കാശല്ല വലുത്, മനുഷ്യര് തമ്മിലുള്ള സ്നേഹമാ. മാഷേ, മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ ഓ ഓ ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കൂട്ടിക്കോളൂ. ശ്ശോ. ഈ വീട് മാഷുക്ക് കൈമാറ്റം നടത്തിയ ദിവസം രാത്രി ഈ പാവം മനുഷ്യൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല മാഷേ. കുട്ടികളെപ്പോലെ ഇരുന്ന് കരയായിരുന്നു. അത്രമാത്രം ആത്മബന്ധമുള്ളൊരു വീടാണേ. ശരിയാണ്. പണിക്കര് പറഞ്ഞല്ലോ, വീട് കൈമാറ്റം ചെയ്ത ദിവസം രാത്രി ഞാൻ കരയുകയായിരുന്നെന്ന്. എന്നാ സത്യം അതല്ല മാഷേ. അന്ന് മുതൽ ഇന്നു വരെ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ഒന്ന് മയങ്ങിപ്പോയാൽ ഉടനെ സ്വപ്നത്തിൽ പരദേവതകളുടെ വരവായി. ദൈവങ്ങളാണേ. എടാ ഇരവി രാമൻപിള്ളേ, കുലദ്രോഹി, സ്വന്തം തറവാട് കളഞ്ഞു കുളിച്ചോനെ എന്നും പറഞ്ഞ് പരദേവതകൾ ഒന്നടങ്കം എന്നെ കിടത്തി പുറത്തേക്കില്ല മാഷേ. ഞാൻ അധികം വളച്ചു കെട്ടുന്നില്ല. മാഷ് തന്ന കാശ് ഞാൻ തിരിച്ചു തരാം. വീടൊഴിഞ്ഞു എന്നാ വലിയ ഉപകാരമായി. എനിക്ക് മനസ്സമാനത്തോടെ കിടന്നു ഉറങ്ങാമല്ലോ. തന്ന കാശിന് ഞാൻ പലിശ തന്നേക്കാം. പലിശയുടെ അല്ല. ബ്ലേഡ് കമ്പനിക്കാർ തരുന്ന അത്രയും പലിശ തരാം. അല്ല, അതൊന്നും അല്ല. നാട്ടിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയ കാശാ ഞാൻ അങ്ങോട്ട് തന്നത്. പെട്ടെന്നിപ്പോ വേറൊരു സ്ഥലം ശരിയാകാതെ. വൈകിയാ പറ്റില്ല. ഇനിയിപ്പോ പലിശ മാത്രം പോരാ, ലാഭം കൂടെ വേണമെങ്കിൽ അതും തന്നേക്കാം. ഒരു 10,000 രൂപ കൂടുതൽ തരാം. അയ്യോ, 10,000 രൂപയോ? അതല്ല, അയ്യപ്പൻ ചേട്ടന്റെ ചായപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പ്രയാസമുണ്ട്. വേറൊരു വീട് ശരിയാകുന്നത് വരെ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടം വരെ ആയി ഗവേഷണമൊക്കെ? അങ്ങനെ പോകുന്നു. ദാസേട്ടാ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. ഈ ഗവേഷകൻ അത്ര ശരിയല്ല. നീ പറഞ്ഞത് ശരിയാണ് ചന്തുവേ. എന്തുവാ ദാസേട്ടാ, താമസിക്കാൻ വേറെ വീട് കിട്ടിയാൽ ഈ വീട് ഒഴിഞ്ഞെടുക്കുന്ന ദാസേട്ടൻ പറയുന്നത്? എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പാവത്തിന് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഉറക്കം വരുന്നെങ്കിൽ വല്ല സ്ലീപ്പിംഗ് പിൽസും കഴിക്കട്ടെ. എന്ത് വന്നാലും ഈ വീട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. പതുക്കെ വീടാക്കി വിട്ടുകൊടുത്താലും നിന്റെ ഗവേഷണത്തിനൊന്നും അങ്ങനെ എതിര് പറയൂല. ഈ വീട്ടിന്റെ റിയൽ വാല്യൂ എന്താണെന്ന് ദാസേട്ടൻ അറിയില്ല. മുടക്ക് മുതലും ലാഭം തരാമെന്നല്ലേ അങ്ങനെ പറയുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ദാസേട്ടൻ പറയുന്ന വാല്യൂ രണ്ടും രണ്ടാണ്. എടാ, ഞാൻ ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അല്ലടോ, ഇത് പ്രശ്നം അതല്ല. വീടൊഴിയാൻ ദാസേട്ടൻ മാത്രമല്ല, എനിക്കും തീരെ താല്പര്യം തോന്നുന്നില്ല. ഗോപൻ കുഞ്ഞ് ഇപ്പൊ വന്നതല്ലേ? ദാസമാഷ് പറയട്ടെ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്ത് വിട്ടിത്താമാഷ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വീട് വിലക്കെടുത്തത്? ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് എവിടുന്ന് ഒന്നും ഒരു ഇഷ്ടം. രേഖാമൂലം വീട് എഴുതുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഇഷ്ടം കൂടി ഒരു പ്രശ്നമാണല്ലോ. താനൊന്നും ഉണ്ടായിരിക്കണം. രൂപ മുഴുവൻ വാങ്ങിയിട്ടല്ല ഞാൻ വീട് എഴുതി കൊടുത്തത്. ഇനിയിപ്പോ വിറ്റിട്ടില്ല എന്ന് രേഖ ഉണ്ടാക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിൽ പിന്നെ വെറുതെ നിർബന്ധിക്കുന്നതിന്? ദാസമാഷ് എന്ത് പറയുന്നു? മാഷ് പറ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. 25,000-ഓ 50,000-ഓ നിങ്ങൾക്ക് അധികം തരാം. പക്ഷേ എനിക്ക് നിർബന്ധമായും വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ. കാശല്ല പ്രശ്നം. പിന്നെ എന്തൊലക്കെയാണോ പ്രശ്നം? എവിടുന്ന് വന്നടാ ശ്രീകരൻ? ഹലോ, യെസ്. നിങ്ങൾക്ക് എന്നെ തന്തയാവാനുള്ള പ്രായമുണ്ട്. വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കൊള്ളാം. ഇല്ലെങ്കിൽ നീ എന്നെ ഒഴുകിക്കളയോ? ക്ഷമിക്കണം പിള്ളേച്ച, പയ്യനല്ലേ, ഇവരെല്ലാഞ്ഞിട്ടാ. ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. ഒന്നും മിണ്ടറിയോ? പിള്ളേച്ചൻ ആരാണെന്ന് വിചാരിച്ചിട്ടാ കിടന്ന് വിലസുന്നത്. വന്നാട്ടെ പിള്ളേച്ച. ആലോചിക്കാൻ ഞാൻ കുറച്ചുകൂടെ സമയം തരുന്നു. പാലക്കാട്ടുകാരി എന്റെ നാട്ടിൽ വന്ന് എന്നോട് മത്സരിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. ഇത് ഇരവി രാമൻപിള്ളയാണ്, പപ്പനാവന്റെ മണ്ണ് ജനിച്ചവൻ.